ബഹുമാനപ്പെട്ടവർക്ക് നേരെ ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. അതൊക്കെ വന്ന് ഈ വൃത്തത്തിന്റെ വരയുടെ അടുത്തെത്തുമ്പോഴേക്ക് അതവിടെ നിഷ്ഫലമായി പോവുകയാണ്. പാമ്പുകളൊക്കെ അയച്ചിട്ട് ആ വൃത്തത്തിന്റെ അടുത്തെത്തുമ്പോ അതൊക്കെ അവിടുന്ന് ചത്തു വീഴുകയാണ്. ബഹുമാനപ്പെട്ടവർ വന്ന് തേളുകളെയും മറ്റു ജീവികളൊക്കെ അയച്ച് ആ വൃത്തത്തിന്റെ അടുത്തെത്തി ചത്തു വീഴുന്നത് കണ്ട് സാഹചര്യങ്ങൾ വരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ അത്ഭുത മനുഷ്യന്റെ മുന്നിലേക്ക് ഇവരുടെ ഒരു കുതന്ത്രങ്ങളും ഫലിക്കുന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അവിടുന്ന് ഇബാദത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്, റബ്ബിനോടുള്ള ദുആയിലാണ്. അവിടുന്ന് ആ ചത്തു വീണ ഓരോ പാമ്പുകളെയും എടുത്ത് മഹാനവറുകൾ എറിയുകയാണ്. എറിഞ്ചത് വീണെടുത്ത് വെച്ച് ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ മരങ്ങൾ പൊടിച്ചു പൊന്തുകയാണ്. കറാമത്താണ്. ഇന്ത്യ ധാരാളം ആളുകൾ ഭരിച്ചിട്ടുണ്ട്. 800 വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ശേഷം പലരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആ ഭരണങ്ങളെല്ലാം കുറച്ചു കഴിയുമ്പോൾ നീങ്ങുന്ന ഭരണമാണ്. എന്നാൽ ആത്മീയമായി ഇന്ത്യയുടെ സൽത്തനത്ത് സുൽത്താനുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത മഹാനാണ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഫാരിസിക്കാരനാണ്. 40ഓളം ആളുകളുമായി 40ഓളം ഔലിയാക്കന്മാരുമായി ഇന്ത്യ രാജ്യത്ത് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യ രാജ്യത്തേക്ക് വരാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ത്യയിലേക്ക് നിയമിച്ചത് മുത്തുനബി തങ്ങളാണ്. ഇന്ത്യയിലേക്ക് വഴി പറഞ്ഞു കൊടുത്തത് മുത്തുനബി തങ്ങളാണ്. ഇന്ത്യയിൽ നിങ്ങൾ മറവിട്ട് കിടക്കണമെന്നുള്ള വിവരം അറിയിച്ചു കൊടുത്തതും അവിടെയാണ് നിങ്ങളെ മറവാടേണ്ടത് എന്നും അറിയിച്ചു കൊടുത്തതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ഹബീബായ തങ്ങൾ പരിഗണിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ധാരാളം മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ സ്ഥാനങ്ങളുള്ളവർ, ദീനിന് വലിയ വലിയ ഖിദ്മത്ത് ചെയ്തവർ. എന്നാൽ ഒരു മനുഷ്യ മനസ്സിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു സ്ഥാനമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് കാണാം. മാത്രവുമല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ലോകാടിസ്ഥാനത്തിൽ പറയാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലുള്ള സിയാറത്തിന്റെ ജനബാഹുല്യത്തെ നാം ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിച്ചാൽ പിന്നീട് ഇത്രയും അധികം ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു കേന്ദ്രം ഈ ഭൂഖണ്ഡത്തിൽ നമുക്ക് കാണാൻ കഴിയാമെങ്കിൽ അത് അജ്മീറിൽ വന്ന് കാണണം. അത്രയും അധികം ആളുകൾ വരുന്ന ഒരു സിയാറത്ത് കേന്ദ്രം വളരെ അപൂർവമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ദിവസത്തിൽ തന്നെ അവിടുത്തെ പ്രവർത്തനം കാരണമായി 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രത്തിൽ 1 കോടിയോളം വരുന്ന മനുഷ്യ മനസ്സുകളെ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ. തീർന്നില്ല. ബഹുമാനപ്പെട്ടവര് കയ്യിൽ വാളേന്തിയിട്ടില്ല.
യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ യുദ്ധക്കളത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ ചിട്ടങ്ങളും അവിടുത്തെ ജീവിത ശൈലിയും അവിടുന്ന് അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അദ്ദേഹം മഹാനിലൂടെ കാണിച്ചു കൊടുത്തിട്ടില്ല അത്ഭുതകരമായ കറാമത്തുകളും കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് മൗലൂദ് കിതാബിൽ കാണാം, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാരണക്കാരൻ, സാഹിര്യങ്ങളുടെ നേതാവ്, ബഹുമാനപ്പെട്ടവർക്ക് നേരെ സിഹിർ ചെയ്യുന്ന വ്യത്യസ്തമായ രൂപങ്ങളും തീഗോളങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് നേരെ പറഞ്ഞേക്കുന്ന രീതിയിൽ ശൈത്വാനിയത്തിന്റെ അപാരമായ പ്രവർത്തനത്തിലൂടെ ആ വ്യക്തി ബഹുമാനപ്പെട്ടവർക്ക് നേരെ തീഗോളങ്ങളാക്കുകയും പാമ്പുകളാക്കുകയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ആക്കുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർ 40 ആളുകളും ഒരു വൃത്തം വരച്ചു. കൈകൊണ്ടാണ് ഒരു വൃത്തം വരക്കുന്നത്. ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ 40ഓളം ആളുകളോട് ഇരുന്ന് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഒരാളും വരൂല. ബഹുമാനപ്പെട്ടവർക്ക് നേരെ ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. അതൊക്കെ വന്ന് ഈ വൃത്തത്തിന്റെ വരയുടെ അടുത്തെത്തുമ്പോഴേക്ക് അതവിടെ നിഷ്ഫലമായി പോവുകയാണ്. പാമ്പുകളൊക്കെ അയച്ചിട്ട് ആ വൃത്തത്തിന്റെ അടുത്തെത്തുമ്പോ അതൊക്കെ അവിടുന്ന് ചത്തു വീഴുകയാണ്. ബഹുമാനപ്പെട്ടവർ വന്ന് തേളുകളെയും മറ്റ് ജീവികളൊക്കെ അയച്ച് ആ വൃത്തത്തിന്റെ അടുത്തെത്തി ചത്തു വീഴുന്നത് കണ്ട് സാഹിര്യങ്ങൾ വരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ അത്ഭുത മനുഷ്യന്റെ മുന്നിലേക്ക് ഇവരുടെ ഒരു കുതന്ത്രങ്ങളും ഫലിക്കുന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അവിടുന്ന് ഇബാദത്തിലാണ്, അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്തിലാണ്, റബ്ബിനോടുള്ള ദുആയിലാണ്. അവിടുന്ന് ആ ചത്തു വീണ ഓരോ പാമ്പുകളെയും എടുത്ത് മഹാനവറുകൾ എറിയുകയാണ്. എറിഞ്ചത് വീണെടുത്ത് വെച്ച് ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ മരങ്ങൾ പൊടിച്ചു പൊന്തുകയാണ്. കറാമത്താണ്. അങ്ങനെ അത്ഭുതകരമായി ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് സാഹിര്യങ്ങൾക്ക് മനസ്സിലായി ഒരു സിഹിർ കൊണ്ട് നടക്കുന്നതല്ല ബഹുമാനപ്പെട്ടവർ കാണിക്കുന്നത്. നാം പഠിച്ചു വെച്ചിട്ടുള്ള ഏതെല്ലാം മേഖലയുണ്ടോ അതൊക്കെ മനുഷ്യ കഴിവാണ്, ശൈത്വാനിയത്തിന്റെ കഴിവാണെങ്കിൽ അതിനും അപ്പുറത്തുള്ളൊരു കഴിവാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ കാണിക്കുന്നത്. അതാണ് കറാമത്തിലൂടെ ബഹുമാനപ്പെട്ടവർ അവിടെ കാണിച്ചത്. എന്തിനേറെ മൗലൂദ് കിതാബിൽ കാണാം, ഈ സാഹിർ എല്ലാ കുതന്ത്രങ്ങളും കാണിച്ച് ഫലിക്കാതെ വന്നപ്പോ അവൻ തന്നെ വായുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ പറന്നു എന്നാ കാണിക്കുന്നത്. അവൻ തന്നെ വായുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു ബഹുമാനപ്പെട്ടവരെ ഭയപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അത് ധരിച്ചിരുന്ന മെതിയടിയെ നേരെ അവരെ കവിച്ചിട്ടെടുത്തുന്ന ഒരു ചൂണ്ടലാണ് മെതിയടിനോട് ഉയരാൻ. ചരിത്രത്തിൽ കാണാൻ നമ്മളൊക്കെ വീട്ടിലുള്ള മൗലൂദ് കിതാബിൽ ഇതൊക്കെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിയാൽ ആ മെതിയടിയോട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ. ആ മെതിയടി ഉയർന്നു പോവുകയും വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന ആ സാഹിര്യങ്ങളുടെ നേതാവ് ആ മനുഷ്യനെ ഈ മെതിയടി ഉയർന്നു പോയിട്ട് അവന്റെ തലക്കിട്ട് പോയി അടിക്കുകയാണ്. അവനിക്ക് വായുമണ്ഡലത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ജീവനുള്ള ഒരു മനുഷ്യന് ശൈത്വാനിയത്തിന്റെ കഴിവ് മുഖേന അവൻ കാണിക്കുന്ന സിഹറിന്റെ കടുപ്പമായ ആ ഒരു പ്രവർത്തനത്തെ ബഹുമാനപ്പെട്ടവർ ഒരു മെതിയടിയെ വായുമണ്ഡലത്തിലേക്ക് പറത്തിയിട്ടാണ് പകരം ചെയ്യുന്നത്. അവനിക്ക് വായുവിൽ നിൽക്കാൻ കഴിയാതെ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. അതോടുകൂടി അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇത് സാധാരണക്കാരനല്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നദിയുടെ അപ്പുറത്തുള്ള പാറക്കല്ലിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ആ പാറക്കല്ല് വന്ന ചരിത്രം ഹദീസിൽ കാണാം.
ഒരു മരത്തിനെ പിടിച്ചിട്ട് ഇൻകാദി അലൈ അന റസൂലുള്ളാഹ്, എനിക്ക് ഭയപ്പെടണം, മരത്തിനോട് പറയുകയാ ഞാൻ അല്ലാഹുവിന്റെ റസൂലാ, വരൂ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ആ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വേരുകൾ പൊട്ടിച്ച് ജാഅത്തിൽ ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി അലൈഹി ബിലാ സാഖിൻ അലാ ഖദമി. ഹബീബായ തങ്ങൾക്ക് ഭയപ്പെടുന്ന രീതിയിൽ ആ മരം പിച്ച വെച്ച് വരികയാണ്. എങ്ങനെയാണത് ഒറ്റത്തടിയിൽ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന രംഗം സഹാബത്തികൾ കണ്ടു, നേർക്ക് കണ്ടു. ആ പാറക്കല്ലിനോട് വരാൻ പറഞ്ഞപ്പോൾ ആ പാറ അവൽ ഇളകി ആ നദിയിൽ മുകളിലൂടെ അങ്ങനെ നീന്തി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നീന്തി കരയെത്തി. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. എന്നാൽ അജ്മീർ ഖാജ തങ്ങള് ആ സാഹിറിന്റെ മുന്നിൽ ഈ ഒരു പ്രവർത്തനം കാണിച്ചപ്പോ അവിടുന്ന് ഖാജ തങ്ങളുടെ മുന്നിൽ അതാ വണങ്ങുകയാണ്. എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അങ്ങ് നിഷ്ഫലമാകുന്ന രീതിയിൽ, ഞങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ചെരുപ്പിന്റെ മെതിയടി കൊണ്ടൊക്കെ ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ ഒരു റൗണ്ട് വരച്ചുകൊണ്ട്, വൃത്തം വരച്ചുകൊണ്ട് ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഒരു പ്രവർത്തനത്തെയും കടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ കരങ്ങളെ കൊണ്ടൊരു വരക്കുമ്പോഴേക്ക് ഇത്രയും വലിയ ഒരു കാവൽ അതിനുണ്ടെങ്കിൽ കാഴ്ചയിൽ ഒരു വലയിട്ടിട്ടില്ല, കാഴ്ചയിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേലി അവിടെ കെട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഒരാൾക്കും കടക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ കാവലുണ്ടെങ്കിൽ അതാണ് മുഅ്മിനെ കാവൽ. ആ മഹാന്മാരൊക്കെ നേടിയ കാവലാണ് ബദരീങ്ങളുടെ കാവൽ, മഹാന്മാരുടെ കാവൽ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ കടന്നുപോയ മേഖല ഔലിയാക്കന്മാർ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്സീൽ അജ്മീരി തങ്ങൾ മദീന മുനവ്വറയിൽ ചെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാജാത്ത് സലാം പറഞ്ഞിട്ട് സലാം അടക്കുകയും മുത്തുനബി തങ്ങളുമായി സംസാരിക്കുന്നത് സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവരെ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഇത്രയും പരിഗണിക്കുന്നു. കാരണം മുത്തുനബി തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജാ തങ്ങള്. അവിടുത്തെ ഉമ്മ മാഹിനൂർ എന്ന് പറയുന്ന ഉമ്മ ഓരോ ദിവസവും ഖുർആൻ ഖതം തീർക്കാൻ ശ്രമിക്കുന്നവരാ. അത്രയും പവറുള്ള ഉമ്മയുടെ മോന ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയും അതുപോലെ വലിയ മഹത്വമുള്ള മഹാനാണ്. ഇവരൊക്കെ ഹാജാ തങ്ങളെ വളർത്തിയ രംഗം, പിന്നീട് ബഹുമാനപ്പെട്ടവർ വളർന്ന രംഗം ബഹുമാനപ്പെട്ട ഓസുലാലം തങ്ങളാണ് ഹാജാ തങ്ങൾക്ക് ശൈഖിനെ കാണിച്ചു കൊടുക്കുന്നത്. ഈ കുട്ടിയുടെ ശൈഖ് ഞാനല്ല, ഈ കുട്ടിയുടെ ശൈഖ് ഖുറാസാനിലുള്ള ഉസ്മാൻ എന്ന് പറയുന്ന മഹാനാണ്, ഖുത്ബുൽ അഖ്താബാണ്. അങ്ങനെയാണ് ഖുറാസാനിൽ പോയിട്ട് ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന മഹാനവറുകളുടെ ശിക്ഷണം സ്വീകരിക്കുന്നത്. 20ഓളം വർഷം ആ ഗുരുവിന്റെ തണലിൽ ശിക്ഷണം സ്വീകരിച്ച ഇൽമിന്റെ മേഖല, മാരിഫത്തിന്റെ മേഖല, ഹഖീഖത്തിന്റെ മേഖല, അങ്ങനെ തുടങ്ങി റിയാദയുടെ കർശനമായ ചില റൂട്ടുകള് ഇതെല്ലാം നേടി വിജയിച്ച് ബഹുമാനപ്പെട്ടവർ അതാ ഉസ്മാൻ ഹാറൂനി തങ്ങൾ വഫാത്താകുമ്പോൾ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഏൽപ്പിച്ചു കൊടുത്തപ്പോഴോ അല്ലാഹു തആല കൊടുത്ത തൗഫീഖ് എത്രയാണ്! ഒരു ദിവസം 2 ഖതം ഓതുന്ന മഹാനായി അജ്മീർ ഖാജ വളർന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, ഔലിയാക്കന്മാരുടെ ചരിത്രം നമ്മൾ പറയുമ്പോ, അവിടെ കറാമത്തുകൾ നമ്മൾ കേൾക്കുമ്പോ, ഒരു ദിവസം 2 ഖതം ഓതുന്ന മഹാൻ ഇന്ത്യ രാജ്യത്ത് നമ്മൾ വേറൊരാളെ കേട്ടിട്ടുണ്ടോ? അത്ഭുതമാണ്. അജ്മീർ ഖാജാ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത തൗഫീഖ. ഒരു ദിവസം 2 ഖതമോളം ഓതാനുള്ള തൗഫീഖ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുകയാണ്. സാധാ ദിവസം പറയുന്നത് റമദാനിലല്ല, 27-നല്ല, 365 ദിവസം എന്ന് പറയാം. ബഹുമാനപ്പെട്ടവർ ദിവസം 2 ഖതം ഓതുന്ന രീതിയിൽ അല്ലാഹു തആല മഹത്വം കൊടുത്തു. ഖുർആൻ മനപ്പാഠമാക്കി 10,000 ഖതം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഓതി തീർത്തു. ആരുണ്ട് ഇതുപോലെ ഒരാൾ? വെറുതെ ഒരു മഹാൻ ഒരു വലിയ സ്ഥാനത്തെത്തുന്നത്.
ബഹുമാനപ്പെട്ട ഹാജാ തങ്ങള് 70ഓളം വർഷം രാത്രി കിടന്നുറങ്ങാൻ ശ്രമിച്ചില്ല. ഇശാഇന്റെ ഒതുവോടുകൂടി സുബഹി നിസ്കരിക്കുന്ന രീതിയിൽ മഹാനവറുകളുടെ ജീവിതം രാത്രിയിൽ ഇബാദത്തിലായി കഴിച്ചുകൂട്ടി. ഞാൻ പറയട്ടെ, ആ സാഹിർ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ലാസ്റ്റ് വന്ന് വണങ്ങുകയാ. ശൈഖ് അവറുകളെ, എനിക്ക് അങ്ങയുടെ കൂടെ കൂടണം, അങ്ങയുടെ കൂടെ കൂടണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ശൈഖ് അവറുകൾ ഒരാളോടും നീ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ ശിക്ഷിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അങ്ങനത്തെ യാതൊരു കുതന്ത്രവും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവിടുത്തെ ജീവിതം കണ്ട് ആ ജനങ്ങൾ മുഴുവനും അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സ്വീകരിക്കുന്നു, അബ്ദുള്ള എന്ന പേര് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകള് ആ അബ്ദുള്ള ഇതുവരെ വായുവിലേക്ക് പറന്നത് സാഹിരികളുടെ പ്രവർത്തനത്തിലൂടെയാണെങ്കിൽ, അതേ ശൈത്വാനിയത്തിന്റെ കഴിവാണെങ്കിൽ അത് മുഴുവനും ഊരി വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന അബ്ദുള്ള പിന്നെ ഒന്ന് പൊന്താൻ കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല. അതെല്ലാം ഉപേക്ഷിച്ചു, ആ രീതിയെല്ലാം മാറ്റിവെച്ചു. പക്ഷേ ശൈഖ് അവറുകളുടെ കൈപിടിച്ച് രണ്ടാളും ഒന്ന് ഉയർന്നങ്ങ് കാണിച്ചു കൊടുത്തു. ശൈഖ് അവറുകള് വായുവിലേക്ക് എവിടെയോ പൊന്തിയെന്ന് മൗലിദ് കിതാബിൽ നമുക്ക് കാണാം. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് അവിടുത്തെ ഖിദ്മത്തിലായി കഴിയണം, അവിടുത്തെ ഖിദ്മത്തിലായി എനിക്ക് കഴിയണം. ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ലാഹ് മഹാനവറുകളെ എഴുതിയ മൗലിദ് കിതാബിൽ കാണാം, എനിക്ക് അങ്ങയുടെ ഖിദ്മത്തിലായി ധാരാളം കാലം കഴിയണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ തൗഫീഖ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ തൗഫീഖ് കൊടുത്ത് ഇന്നും അജ്മീറിൽ ജീവിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ എന്റെ ഹയാത്ത് കാലത്തോളം, അജ്മീർ ഹാജാ തങ്ങൾ പറയുന്നു, എന്റെ ഹയാത്ത് കാലത്തോളം നിങ്ങൾ പരസ്യമായി ജീവിച്ചാൽ എന്റെ ഹയാത്തിന് ശേഷം അങ്ങനെ പരസ്യമായി ജീവിക്കരുത്. ഇന്നും കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ ഖുദർ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്.